ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്നത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേ അധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ളൊരു കമൻറ്റും കൂടെ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഡേ നമുക്ക് സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് എന്താണെന്ന് വിചാരിച്ചാൽ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം November 28 ആണ് കേട്ടോ. നമുക്ക് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായിട്ടുണ്ട്. 20ാമത്തെ വർഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ചുരിദാറാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ വീഡിയോയിൽ ഇട്ടിട്ടില്ല, ഇപ്പം അടുത്ത് എടുത്തത് തന്നെയാണ്. അപ്പോൾ ഇന്ന് പുതിയ ഡ്രസ്സ് ഇട്ടു. ഇനിയിപ്പോൾ കുറച്ച് വളയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് ആ ഒരു ദിവസത്തെ ഒരു എന്താ പറയുക, ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് തന്നെ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വേറൊന്നുമില്ല. നമ്മളെ വെഡിങ് ആനിവേഴ്സറി വീഡിയോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തും അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തും കണ്ടിട്ടുണ്ടാവും. സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ കല്യാണം കഴിഞ്ഞത് മുതലുള്ള ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി മുതൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് അല്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുക്കുക അങ്ങനെ കേട്ടോ. പണ്ടൊക്കെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇപ്പോൾ റഫീഖാൻ്റെ കയ്യിലത്തെ പൈസ എടുത്തിട്ട് തന്നെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് വെക്കുമല്ലോ, എന്നിട്ട് ഒരു ഷർട്ടൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടാ. പിന്നെ മാഷാ അല്ലാ ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എന്താ പറയുക, ഞാൻ ഏൺ ചെയ്തിട്ടുള്ള ഒരു ക്യാഷ് വെച്ചിട്ട് റഫീഖ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഡേയിലേക്ക് വരാം. ഇന്നിപ്പോൾ റഫീഖക്ക് നൈറ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സുബഹി നമസ്കാരം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലേ, ഞാൻ ഇന്നലെ റഫീഖ നൈറ്റിന് ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഒരു 8 മണീൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1.5 ആഴ്ച മുമ്പേ ഞാൻ റഫീഖക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അടുപ്പിച്ച് ഞാൻ ടൗണിലേക്ക് പോയാൽ അതിന് അടുത്ത് ഞാൻ ടൗണിലേക്ക് പോയ റഫീഖ ഗസ് ചെയ്യട്ടോ എന്തോ വാങ്ങിയിട്ടുണ്ടെന്ന്. അത് ഞാനും പൊളിക്കാൻ വേണ്ടി ശ്രമിക്കും, ഗിഫ്റ്റ് പൊളിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ റഫീഖയും എൻ്റെ സർപ്രൈസ് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാളും ചെയ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നമ്മൾ ഇന്നൊന്നും ടൗണിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് പോകാൻ പറ്റില്ല എന്നല്ല, അറിയുമല്ലോ അവരോട് റഫീഖാനോട് പറയാണ്ട് ഞാൻ ഒന്നിനും പോകില്ല കേട്ടോ. പക്ഷേ ഇതിന് മാത്രം ചോദിക്കാണ്ട് പോയിട്ട് വരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇത് അത്രയും ദിവസം മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ലാവശ്യമായിട്ട് എടുത്തു വെക്കാൻ വേണ്ടി പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇന്ന് റഫീഖ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് എടുത്തു വെക്കാം. നൈറ്റ് അല്ലെങ്കിൽ ഞാൻ റഫീഖ ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ ഒരു സമയം ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇപ്രാവശ്യം ഗിഫ്റ്റ് ബോക്സ് നിങ്ങളെ ഗിവ് അവേൻ്റെ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടത്. അപ്പോൾ തൽക്കാലം ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം കേട്ടോ. നാളെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ആയിക്കോട്ടെ, 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒരു പാൻറ്റും ഷർട്ടും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ട്രാക്ക് സൂട്ടും ടീഷർട്ടും ഒരു സ്പ്രേയും, ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എന്തുതന്നെയാണ്, ചിലപ്പം ഇങ്ങനെ എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ല. ഒരു ഷർട്ടാണെങ്കിലും അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത തന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ ആ ഒരു ദിവസം ഓർത്ത് നമ്മളൊരു ചോക്ലേറ്റ് ആണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് തിരിച്ചിങ്ങോട്ട്. അങ്ങനെയല്ല, അതിൻ്റെ വിലയോ അങ്ങനെയൊന്നും അല്ല. അതൊരു ഇനിയിപ്പോൾ ഒരു നമ്മളെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ അല്ലേ എന്ന് ഓർത്തൊന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണല്ലോ. നമ്മൾ സ്ത്രീകളായാലും പുരുഷൻ അവർക്കും ഉണ്ടാവും കേട്ടോ. നമ്മളങ്ങനെ ഓർത്തിട്ട് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ ഇതിപ്പില്ലേ, ഞാൻ റഫീഖ വന്നിട്ടില്ല, അതിൻ്റെ മുമ്പ് ഗിഫ്റ്റ് സാധാരണ ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെക്കും, എന്നിട്ട് റഫീഖാൻ അങ്ങോട്ട് പറഞ്ഞയക്കും, അല്ലെങ്കിൽ റഫീഖ അതിൽ പാസ് ചെയ്യുമ്പോൾ കാണും, ഒന്നെങ്കിൽ ബെഡിൽ വെക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാ പ്രാവശ്യവും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യൽ. ഈ പ്രാവശ്യം ഞാനൊരു വെറൈറ്റി ആയിട്ട് ചിന്തിക്കുകയാണ് കേട്ടോ. കാര്യം ഒളിപ്പിച്ച് വെക്കുകയാണ്. ഇപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ ബേക്കിൽ ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നൊന്നുമില്ല കേട്ടോ. പ്ലാന്റ് ഹൈറ്റ് ഉള്ളതുകൊണ്ട് സെറ്റാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ബേക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ പരതിയിട്ട് എവിടെയാണ് വെക്കുക എന്ന് നോക്കി, കബോർഡിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ കബോർഡിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചാൽ വേഗം നോക്കുക, കബോർഡിൻ്റെ ഉള്ളിലല്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് അവിടെ വെച്ചില്ല കേട്ടോ. പിന്നെ കുറേ ആലോചിച്ചതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ ബാക്കിലും വെച്ചു. പക്ഷെ അത് ഞാൻ ഇപ്പുറത്തുനിന്ന് നോക്കിയപ്പോൾ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന്
കാണുന്നത്. അപ്പോൾ അത് ഒന്ന് ഒതുക്കി ആ ഒരു പ്ലാന്റിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ കാണാത്തൊരു ഏരിയ ഞാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളിലൊക്കെ അങ്ങനെ കൊണ്ടുപോയി വെച്ചത് കണ്ടുപിടിക്കാനുള്ള സംഭവമല്ലേ. അങ്ങനെതാ ഏകദേശം അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഗിഫ്റ്റൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതല്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. റഫീഖ കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊരു രസമല്ലേ, ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതാ റഫീഖാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്നില്ല, സമയം വരേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് കറി വെക്കാനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം. അപ്പോൾ അതൊക്കെ ആയിരിക്കും, ഇറച്ചിയെല്ലാം വാങ്ങാൻ പോകുന്നത് കൊണ്ടായിരിക്കും വൈകുന്നതെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്, 6:30 ആവാനായിട്ടുണ്ട്. പക്ഷെ ആളെ കാണുന്നില്ല കേട്ടോ. ഇത് കണ്ട നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കാലാവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാനത് സെലക്ട് ചെയ്യാൻ പോയ വീഡിയോ ഇതാ ഞാൻ കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഇത് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കൽപ്പറ്റയിൽ തന്നെ എസ്കാർഡ് എന്നിട്ട് ഞാൻ റഫീഖക്ക് അധികവും അവിടെ തന്നെയാണ് എടുക്കുക. മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവിടെ തന്നെയാണ് ഞാൻ പോയിട്ട് പർച്ചേസ് ചെയ്യൽ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അവിടെ നിന്ന് കിട്ടലുണ്ട് കേട്ടോ. പിന്നെ റഫീഖാൻ്റെ സൈസിലും ടേസ്റ്റിലൊന്നും എനിക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ഏകദേശം വല്ലപ്പോഴും ചേഞ്ച് ആക്കേണ്ടി വരുള്ളൂ, ഏകദേശം കറക്റ്റായിട്ട് തന്നെ കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഷർട്ട് എടുക്കുകയാണ്, പിന്നെ ഒരു ജീൻസും കൂടെ എടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ റഫീഖക്ക് ഡ്രസ്സ് എടുക്കൽ. ചിലപ്പം രണ്ടാളും കൂടെ വന്നിട്ട് അങ്ങനെ എടുക്കും, അല്ലാണ്ട് ഇങ്ങനെയും കൊണ്ടുപോയി എടുക്കലുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു ചോക്ലേറ്റ് ആണെങ്കിൽ കൂടിയിട്ട് ഇന്ന് വേണ്ട ഒരു സന്തോഷത്തിലൊരു കാര്യം പറഞ്ഞാൽ പോലും നമുക്കത് വലിയ കാര്യമാണ് അല്ലേ അന്നത്തെ ദിവസം. പിന്നെ കുട്ടികളൊക്കെ ആയി ബിസിയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമാണ് മറന്നൊക്കെ പോവും. അതൊന്നും പ്രശ്നമാക്കി എടുക്കുകയും വേണ്ട കേട്ടോ. എന്താ പറയുക, നമ്മൾ ഓർത്തിട്ട് നമ്മളെന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക, അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിക്കോളും. തിരിച്ച് എന്നെ കേൾക്കുന്ന ഹസ്ബൻഡുമാരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഓർത്തിട്ട് കൊടുത്തു നോക്ക് നിങ്ങൾ, അവർക്കത് മറക്കാനേ പറ്റില്ല കേട്ടോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പോൾ ഇതാ എനിക്കിങ്ങനെ റഫീഖാനെ കാത്തു നോക്കുമ്പോൾ തോന്നി, അതിങ്ങനെ ഞാൻ ഹാളിൽ ഇങ്ങനെ ലിവിങ്ങിൽ ഇങ്ങനെ വന്നു നോക്കിയപ്പോൾ അല്ലേ കാണുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്, സെറ്റീൻ്റെ ബാക്കിലേക്ക് വെച്ചേ. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കാണിച്ചു കേട്ടോ. എവിടെയും ആവാം, വീടിൻ്റെ ഉള്ളിലുണ്ട്. അത് തന്നെ അല്ല, അത് ഗിവ് അവേ വിന്നേഴ്സിനുള്ളതാണ്. എത്താ ഓക്കെ, നമുക്ക് ഓപ്പൺ ആക്കണ്ട, ഒന്നും കൂടെ ഉണ്ട്, അതും കൂടെ തന്നെ കണ്ടുപിടിക്കേ. ഇല്ല കാര്യമായിട്ടൊന്നും ഇല്ല, ഇത് ഒന്നും കൂടെ ഉണ്ട് കണ്ടുപിടിക്കും. സാധനം ഒന്നും നോക്കണ്ട, 2 ബോക്സ് ഉണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചല്ലോ.
വല്ല മുറ്റത്ത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പുറത്തേക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞാനൊന്ന് വീഡിയോ സ്പീഡാക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്തി ആയി പോകും. ഇല്ലെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ. തുറന്നു അവിടെ നിന്ന് പറഞ്ഞു, ടേബിളിൽ നിന്ന് തുറന്നു. അതൊക്കെ ഉണ്ട്. ഞങ്ങൾ ലേഡീസ് കൊടുക്കുമ്പോൾ അത് അല്ല, ആണുങ്ങളതിന് സ്പെഷ്യൽ അല്ല എന്നല്ല, നമ്മൾ ഇവിടുന്ന് റിസ്ക് എടുത്ത് പോണല്ലോ, അതാണ് അതാണ്. നല്ലതാ? ഷർട്ട് ഇഷ്ടമായോ? സത്യം പറയേ, ഇഷ്ടമായി? കറക്റ്റാ 42. ആ ചിലപ്പോൾ ചില ബ്രാൻഡിൽ വ്യത്യാസം വരും കേട്ടോ. അല്ല എസ്കാടെ. അപ്പോൾ റഫീക്ക് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷൂവും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അപ്പോൾ തന്നെ റഫീക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ വാങ്ങിച്ചാൽ, നമുക്ക് ലേഡീസിനുള്ള കുറേ ചെരുപ്പ് പോലെ അങ്ങനെ റഫീക്കൊക്കെ കുറേ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. 1 or 2 അത് നാശമാകുമ്പോൾ വേറെ വാങ്ങും, അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചായക്കട കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റോടെ, എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റോടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റഫീക്ക് ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്താ പറയുക, വലിയ സങ്കടമൊന്നുമില്ല, എന്താ പറയുക വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം എന്നൊക്കെ പറയില്ല, അതുപോലെ. നമ്മൾ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഫുഡ് ഉണ്ടാക്കും കേട്ടോ വീട്ടിൽ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കും. ചിലപ്പം ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക ഫ്രണ്ട്സ് ഉണ്ടാവും, അങ്ങനെ ചിലപ്പോൾ 2 കൂട്ടരും ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മളൊന്നിങ്ങനെ എന്താ പറയുക, നമ്മളൊരു സന്തോഷം അന്നത്തെ ദിവസം ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മാത്രമാണെങ്കിലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുക, നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ്, അതായത് റഫീഖയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഞാൻ അന്ന് അധികവും ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ട നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകുന്ന ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ, കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് നമുക്കറിയാമല്ലോ. അപ്പം അതൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് നമ്മളെല്ലാവരും ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അത് ഒരു ഓർമ്മയിലുണ്ടാവും, അങ്ങനെ ചെയ്യലുണ്ട് എപ്പോഴും, പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് കണ്ടുപിടിക്കലും സംസാരവും കാര്യങ്ങളും ചായ കുടിക്കലും ഒക്കെ ആയിട്ട് കുറേ സമയം അങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട് ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ. അങ്ങനെ ഇതാ ഇപ്പോൾ കുറച്ച് പത്തിരിപ്പൊടി, ഒറോട്ടിപ്പൊടി കേട്ടോ ഞാനെടുത്തത്. നിങ്ങളിത് വേണമെങ്കിൽ ഇതിന് പകരം പത്തിരിപ്പൊടിയില്ലേ, നമ്മുടെ പച്ചരീൻ്റെ പൊടി, നൈസ് പത്തിരീൻ്റെ ഒക്കെ പൊടി, അതെടുത്താലും മതി കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ്, 1 ഗ്ലാസ് അങ്ങനെയൊക്കെ എടുക്കാം, എത്രയാണെങ്കിലും അത്ര എടുക്കുക. കുറച്ച് തേങ്ങ, ഇതിനൊരു കണക്കൊന്നുമില്ല, ഒരുപാട് തേങ്ങ വേണ്ട. തേങ്ങയിലേക്ക് കുറച്ച് വലിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട്, ഇത് ഞാൻ ഒറോട്ടിപ്പൊടി ആയതുകൊണ്ട് പച്ചവെള്ളത്തിൽ, സാധാ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ്. നിങ്ങൾ പത്തിരീൻ്റെ പൊടിയാണെങ്കിൽ തിളച്ച വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ പത്തിരിക്ക്, നമ്മൾ നൈസ് പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒന്ന് സോഫ്റ്റാക്കിയിട്ട് വാട്ടിയെടുക്കണം, കുറച്ച് ലൂസായിട്ട് വാട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് അപ്പം തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ വിചാരിച്ചു അതിനൊരു കറി, ഒരു ഗ്രേവി ആവശ്യമുണ്ട് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത് റഫീഖയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. റഫീഖയ്ക്കല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുക്കറിലേക്ക്, അതിലേക്ക് സവാള
ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ, സവാള സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലെടുത്ത് ഞാൻ ആ ഒരു തക്കാളിയും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ബീഫിലായാലും ചിക്കനിലായാലും മട്ടനിലായാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഏറ്റവും കൂടുതൽ ബീഫിൽ കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാനത് ആ ഒരു നമ്മളൊരു കുഞ്ഞു റൊട്ടി അല്ലെങ്കിൽ കക്ക റൊട്ടി, കുഞ്ഞിപ്പത്തിരി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കുഞ്ഞിപ്പത്തിരി ഇങ്ങനെയല്ലല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ പറയട്ടെ. അപ്പോൾ അതിന് വേണ്ടി അതൊന്ന് ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കുമല്ലോ നമ്മൾ, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ മസാലപ്പൊടികളും കൂടി ഇനി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ ടേബിൾ സ്പൂൺ ആട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇട്ടാൽ മതിയേ. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ചിക്കനിലാണ് ചെയ്യുന്നത്. ഒരു 1/2 കിലോ ചിക്കൻ ഇല്ല കേട്ടോ, ഒരു 1/4 കിലോ ചിക്കനൊക്കെ ഉണ്ടാവുള്ളൂ. അത് ചെറിയ പീസായി, ചെറുതോ വലുതോ അതൊക്കെ നിങ്ങളിഷ്ടം, ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ, നമുക്കൊരു ഗ്രേവി വേണം, ഡ്രൈ ആവരുത്, കുറച്ച് ഗ്രേവി വേണം. ഇത് അതിലിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചിക്കൻ വേവിക്കുന്ന ആ ഒരു രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. 2 വിസിലടിച്ചിട്ട് ഞാൻ 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെക്കും കേട്ടോ, കാരണം കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. കുറയാണെങ്കിൽ 2 വിസിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എളുപ്പത്തിലുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയിപ്പോൾ നമ്മളത് ഉരുട്ടി ഇടൂല, അതെല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ നമ്മൾ തേങ്ങയും വലിയ ജീരകമൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, അത് ഇല്ലാതെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ കറിയിലൊക്കെ ഇടുന്നതാണ്. പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതാ ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ ഇതുപോലെ ചെയ്യുക. ഇത് എത്ര ചെറുതാക്കുന്നോ അത്രയും നല്ലതാണ്. പിന്നെ രാവിലെ ഒന്നും നമുക്ക് അത്രയും സമയം കിട്ടില്ലല്ലോ. പിന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തലേ ദിവസം ഇത് റെഡിയാക്കി വെക്കുക കേട്ടോ. പുഴുങ്ങി വെച്ചാൽ നല്ല ഈസി ആട്ടോ രാവിലെ ചെയ്യാനായിട്ട്, ജസ്റ്റ് മിക്സ് ആക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതവിടെ വേവുന്നുണ്ട്. ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് വേവിക്കാം കേട്ടോ, അത്രയും വേണ്ടു. ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ആവിയെല്ലാം വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതില്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, അവരെ ലഞ്ച് ബോക്സിലും അതുപോലെ തന്നെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അവർ കൂടെ കഴിക്കുമ്പോൾ പിന്നെ സ്പൈസിയൊക്കെ നമ്മൾ എന്താ പറയുക കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഗ്രേവി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം വേണം കേട്ടോ. അതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ ഒരു കുഞ്ഞു റൊട്ടിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല കേട്ടോ, ഞാനിതിലേക്ക് നിങ്ങൾക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. തേങ്ങയും വലിയ ജീരകം ഉള്ളിയും കൂടെ അരച്ചിട്ടുള്ളൊരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, നമുക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ, ഹൈ ഫ്ലെയിമിലിടണ്ട, ലോ ഫ്ലെയിമിൽ. ആ ഒരു ഗ്രേവി പോലെ വേണം കേട്ടോ ഉണ്ടാവാൻ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇനി വേഗം കഴിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനത് പുഴുങ്ങാനൊക്കെ വെച്ചപ്പോൾ മുറ്റടിക്കൽ, അകടിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം ഇന്ന് കുറച്ച് വെറുതെ ഇരുന്നിട്ടും സംസാരിച്ചിട്ടും ഒക്കെ കുറച്ച് സമയം അങ്ങ് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഇനിയിപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റും ഉണ്ടാക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ബിരിയാണിയിലേക്ക് ഞാൻ 3/4 കിലോ ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. 3 സവാള, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക് എടുത്തോട്ട്. ഇത് നല്ല സ്പൈസി ആയതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് എടുത്തത്, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടെ ചതച്ചെടുത്തു. എല്ലാം റെഡിയാക്കി എടുത്തു. അത് ഒന്നിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബിരിയാണി റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ജംഷി റെസിപ്പീസ് ദം ബിരിയാണി, ചിക്കൻ ഫ്രൈ ബിരിയാണി, ഫിഷ് ബിരിയാണി എല്ലാം കണ്ടു നോക്കുക കേട്ടോ. സ്പെഷ്യൽ ബിരിയാണീസാണ്, അതാണ് ഞാൻ വേറെ ബിരിയാണികളൊന്നും കാണിക്കാത്തത് കേട്ടോ. പുതിയ വ്യൂസിനോടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, പെർഫെക്റ്റ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. മട്ടൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മസാലയും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ റെസിപ്പി കാണുക കേട്ടോ. ഞാനിതിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ഏകദേശം ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഈസി ആയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ബിരിയാണി കേട്ടോ നിങ്ങൾക്ക് കിട്ടുക.
അപ്പോൾ ഞാൻ എപ്പോഴായിട്ട് ഇങ്ങനെ പറയുന്നില്ല. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അതെടുത്തിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മസാലയും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മസാലയിൽ എന്താ ഇത്ര വെള്ളം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഈ ഒരു ഗ്രേവി മസാല കേട്ടോ നമുക്ക് വേണ്ടത്. എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ഡ്രൈ ആവാത്ത ബിരിയാണി നമുക്ക് കിട്ടുക കേട്ടോ. നല്ല സോഫ്റ്റ് ബിരിയാണി നമുക്ക് കിട്ടുക. നമ്മൾ മസാല സെറ്റായിട്ടുണ്ട്. ഞാൻ ചോറ് കുക്കറിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ ദം ചെയ്തെടുത്താലും മതി. അപ്പോൾ ചോറാവുന്ന അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ തൈര്, അതിൻ്റെ നമ്മൾ കച്ചമ്പർ സാലഡ് എന്നൊക്കെ പറയില്ലേ, അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. നല്ല കട്ടി തൈരിലേക്ക് കുറച്ച് കുക്കുംബർ കക്കരി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്യാരറ്റോ സവാളയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മാത്രം ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സൈഡും കൂടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചാറും കൂടെ എടുക്കും, അത്രേ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഗീ റൈസ് അവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ദം ചെയ്യേണ്ട കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്യട്ടെ. മസാലേൻ്റെ മുകളിലേക്ക് മൊത്തം ചോറ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഗരം മസാല കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ. എല്ലാം നമ്മൾ ആ ബിരിയാണി മസാലയിലാണ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതിൽ പറഞ്ഞിട്ട് ഉള്ളതുപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് റെസിപ്പി കിട്ടുക. ഇതാ കുറച്ച് കാഷ്യൂനട്ട്, ഞാൻ സവാളയൊന്നും വറുത്തെടുത്തിട്ടില്ല, റോസ്റ്റ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാ ദം പ്രോസസ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ബിരിയാണി സെറ്റ് ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ ഒന്ന് ദം ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞൊരു സ്വീറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഞാൻ തരുന്നതാണ് കേട്ടോ. ഇത് ഒരു ബ്രൗണി, നല്ല പെർഫെക്റ്റ് ബ്രൗണി റെസിപ്പിയാണ്. നല്ല ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായിട്ട് നമ്മളെ വായിൽ കിട്ടുന്ന അങ്ങനത്തെ ഒരു ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് എടുക്കുക കേട്ടോ. 500 ഗ്രാമിൻ്റെ ചോക്ലേറ്റ്, അത് പകുതി 250 ഗ്രാം ചോക്ലേറ്റ് ഇതാ അതിൻ്റെ നേർ പകുതി ഞാൻ ഒന്ന് കത്തി കൊണ്ടൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗം കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ആവശ്യമുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഇതാ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ചോക്ലേറ്റ് മെൽറ്റാക്കി കിട്ടുക. ഇനി ഇതിലേക്ക് 100 ഗ്രാം ഈ ഒരു അളവിലേക്ക് 100 ഗ്രാം ബട്ടറും കൂടെ ആവശ്യമുണ്ട്. അതും കൂടെ ഒന്ന് അളന്നിട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ബട്ടറൊന്നും കൂടിപ്പോരുത് കേട്ടോ. 100 ഗ്രാമിൻ്റെ ആ ഒരു പാക്ക് തന്നെ നിങ്ങൾ വാങ്ങിയാൽ മതി. ചോക്ലേറ്റ് 500 ഗ്രാം എടുത്തിട്ട് അതിന് നേർ പകുതി ഈ ഒരു അളവിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കറക്റ്റായിരിക്കും. ഡൗട്ടൊന്നും ഉണ്ടാവാണ്ടിരിക്കുകയാണ് കറക്റ്റ് പറഞ്ഞു തരുന്നത്. പെർഫെക്റ്റ് ബ്രൗണി റെസിപ്പിയാണ് കേട്ടോ. ഇനി ഒരു ചോക്ലേറ്റ് ഇല്ലേ, അതൊരു ലിക്വിഡ് ഫോമിലേക്ക് ആവണേ. എങ്ങനെ ഒരു കട്ടയൊന്നും ഇല്ലാതെ നല്ല മെൽറ്റായിട്ട് കിട്ടണം. ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ഈ ഒരു ബ്രൗണി എന്ന് പറയുന്നതില്ലേ, ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായിട്ട് നമുക്ക് വായിലേക്ക് കിട്ടുന്ന, എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ അതൊരു വേറെ രീതിയിലും അങ്ങനെയായിട്ട് ഉണ്ടാവുക. അതിലേക്കായിട്ട് ഇനി ഇതിപ്പോൾ ഞാൻ ഒരു പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് 1/4 കപ്പ്, കപ്പളവിൻ്റെ 1/4 കപ്പ് കേട്ടോ, അത്രയും എടുത്തിട്ടുണ്ട്. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് നിറച്ചെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുത്തോ കേട്ടോ, അതാണ് ഒന്നും കൂടെ നല്ലത്. 2 എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പതച്ച് പൊങ്ങുമൊന്നും വേണ്ട കേട്ടോ, അത്രയും മതി. ഇനി നമ്മൾ മെൽറ്റായിട്ടുള്ള ചോക്ലേറ്റിൽ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. അതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇത് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ആവട്ടെ, വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. കാര്യം ചോക്ലേറ്റിൻ്റെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് നമ്മുടെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദപ്പൊടിയും കൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ആ എഗ്ഗും പഞ്ചസാരയും കൂടെ മിക്സ് ആക്കുന്നത് വിസ്ക് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഹാൻഡ് ബീറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട. ഈ വിസ്ക് കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിനൊന്നും കൂടെ ടേസ്റ്റ് കിട്ടുക, ഒരു പെർഫെക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക, ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാനൊരു മോൾഡ് കറക്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പറൊക്കെ വെച്ച്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ആ ഒരു ബൗളിൽ ഇട്ട് മിക്സ് ആക്കുമ്പോൾ ചോക്ലേറ്റ് നമ്മൾ എടുത്തു വെച്ച ചോക്ലേറ്റ് പീസസ് ഇടാൻ മറന്നു പോയിട്ട്, അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇതിലിട്ടോടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ഒന്ന് ലെവലാക്കി എടുത്താൽ മതി കേട്ടോ. മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട, ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അടിയിലേക്ക് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ ആ ബൗളിലിട്ട് മിക്സ് ആക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു പ്രീഹീറ്റ് ചെയ്ത ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 കോയിലും ഹീറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു.
180 കേട്ടോ. അരമണിക്കൂർ ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ബ്രൗണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്യൂറോ എന്തെങ്കിലും എടുത്തിട്ട് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ബ്രൗണി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് തിരക്ക് കൂടുതലാണ്, മാത്രമേ എനിക്ക് ചൂടോടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കട്ട് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ, ഫ്ലോപ്പായിട്ട് പോകണ്ട. ഞാൻ എപ്പോഴും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് മാത്രം നിങ്ങൾ എടുത്തോ. അപ്പോൾ എനിക്ക് ആ ഒരു ജ്യൂസി അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ആ ഒരു ഒട്ടൽ ഫീലോട് കൂടിയിട്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിന് 100 റുപ്പീസൊക്കെയാണ് കേട്ടോ. നല്ല ബ്രൗണിക്കൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് കണ്ട നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടെ ഒന്ന് മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അത് മാത്രം എടുത്തിട്ട് കഴിക്കാൻ അടിപൊളി. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വൈറ്റ് എന്താ പറയുക വാനില ഐസ്ക്രീമും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ചൂടോടെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ വായിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ആ ഒരു ചോക്ലേറ്റിൻ്റെ മെൽറ്റ് ആവുന്ന സംഭവമല്ലേ, അതുപോലൊക്കെ ഉണ്ടാവുക. കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ആ ഒരു ഒട്ടലുണ്ടാവില്ല, പക്ഷേ നല്ല ഉള്ളൊക്കെ നല്ല ചോക്ലേറ്റീ ആയിട്ടുള്ളൊരു ബ്രൗണി ആട്ടത്. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഇതുവരെ കഴിക്കാത്തവരുണ്ട്, കഴിച്ചു. പിന്നെ നിങ്ങൾ ഇത് കേക്കിനോട് താരതമ്യപ്പെടുത്തരുത് കേട്ടോ. കേക്കിൻ്റെ സോഫ്റ്റ് അല്ല നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാത്തത്. അതുകൊണ്ടാണ് ആ ഒരു കേക്കിൻ്റെ സോഫ്റ്റും കാര്യങ്ങളൊന്നും ബ്രൗണിക്ക് വരാൻ പാടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ബ്രൗണിക്ക് വേണ്ടത്. ബേക്കിംഗ് പൗഡറോ ഒന്നും ഇട്ടാൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറും കാര്യങ്ങളും കിട്ടൂല. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നമ്മളെ ബ്രൗണി. പിന്നെ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചിട്ട് തണുപ്പിച്ചൊന്നും എടുക്കരുത് കേട്ടോ. അത് ഒന്നുകിൽ ചൂടോടെ കഴിക്കുക, ഇല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഹാർഡായി പോകും ബ്രൗണി. അങ്ങനെയല്ല അത് കഴിക്കേണ്ടത് കേട്ടോ. കഴിച്ചവരുണ്ടാവും, കഴിക്കാത്തവരോടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ മസ്റ്റ് ട്രൈ. ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റായി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പേ ഞാൻ ബ്രൗണി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം ഒരു പീസ് എടുത്ത് കഴിക്കണതാണ്. ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്വീറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഒന്ന് കുറക്കണമെങ്കിൽ പഞ്ചസാരേൻ്റെ അളവ് കുറച്ചും കൂടെ ഒന്ന് കുറച്ചോ കേട്ടോ. അധികം മധുരമൊന്നും വേണ്ട എന്നുള്ളവരാണെങ്കിൽ. അത് റഫീഖാൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് കേട്ടോ. നമ്മൾ യൂസുഫ് ഖാൻ്റെ വൈഫാണേ. 5 മിനിറ്റിനുള്ളിൽ സാധനം എടുക്കണം. 5 മിനിറ്റിന്റെ ഉള്ളിൽ എത്ര എടുത്താലും അത് എനിക്ക് എടുക്കാം. അങ്ങനല്ല, ഇഷ്ടപ്പെട്ട് എടുക്കാലോ അല്ലേ റഫീഖ? ഇതൊക്കെ ടോപ്പിലേക്ക് പോയാൽ മതി, ഇല്ലെങ്കിൽ നഷ്ടാവേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല, റഫീഖ ഞാൻ കൊടുത്തതിന് തിരിച്ചൊരു ചാലഞ്ച് എനിക്ക് തരികയാണ് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും എനിക്ക് പർച്ചേസ് ചെയ്യാം, പക്ഷേ 5 മിനിറ്റ് ടൈം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത് ഇവരോടും, അതാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ടൈമർ വെക്കാം കേട്ടോ കറക്റ്റ്. അവിടെ
സത്യം പറഞ്ഞാൽ ബേജാറ് ടെൻഷനായിട്ട് ഏതാ എടുക്കേണ്ടത് ഏതാ നോക്കേണ്ടത് എനിക്കൊന്നും തിരിയുന്നില്ല കേട്ടോ. വേഗം ഒരു 4-5 ഞാൻ വിചാരിക്കുന്നത്. അതന്നെ ആയോ ആയോ ടൈം നോക്കുന്നില്ല. 18:55 വരണേ. 2:56. ഇതില് 3 മിനിറ്റ് ആയി. ഇതില് ഓണാക്കിയ സമയം മതിയല്ലോ. 5 മിനിറ്റ് അല്ലേ? ഒരു മിനിറ്റും കൂടി ഉണ്ടല്ലേ? 1 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ. ഇതോ 40 സെക്കൻഡ് മതി കേട്ടോ. ആയില്ലേ? 10 സെക്കൻഡ് കൂടിയാ. 10 സെക്കൻഡിലൊന്നും കിട്ടൂല. അപ്പോൾ ഇതാ നമ്മളെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്നുപോലും സെലക്ട് ചെയ്യാൻ പറ്റൂല എന്നാട്ടോ. കാരണം 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 5 മിനിറ്റ് കൊണ്ട് ഞാൻ 5 സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കണ്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് പോകുന്നില്ല. ഇതൊന്ന് ഇട്ട് നോക്കിയിട്ട് നല്ലതാണോ, എനിക്ക് കയ്യിന് ലെങ്ത്ത് വേണം, ലൂസ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഇനി അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് ഒന്ന് സെലക്ട് ചെയ്യട്ടെ, എന്നിട്ട് പറഞ്ഞു തരാം. ഇട്ട് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇട്ട് നോക്കി. 5-ൽ 1 മാത്രം എനിക്ക് ആ ക്ലോത്ത് ഇഷ്ടമായില്ല കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി 4 നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ 5 മിനിറ്റ് വീഡിയോ കാണിച്ചത് അത് കട്ടാക്കാതെ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചെന്നുള്ള കാര്യം. ഞാൻ കട്ടാക്കിയതും എൻ്റെ ഫേസ് കാണുന്ന ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് അങ്ങനെ ഈ വീഡിയോ തന്നെ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ടൗണിലുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ. ഇതെന്താ വീണ്ടും ഗിഫ്റ്റ്? ഇതാണോ സർപ്രൈസ് ഗിഫ്റ്റ്?
അപ്പോൾ ഇതാണ് കേട്ടോ ശരിക്കും സർപ്രൈസ് ആയതെന്ന് പറഞ്ഞത് ഈ ഒരു ലാസ്റ്റ് ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റഫീഖ രാവിലെ തരും എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ റഫീഖ രാവിലെ തന്നെ ഇന്നലെ തന്നെ വാങ്ങിയിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തരാതിരുന്നത് ഞാൻ റഫീഖ വന്ന് കയറുമ്പോൾ തന്നെ റഫീഖക്ക് ഫസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് തരണം കേട്ടോ. അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നേരെ തിരിച്ച് അത് ആക്കിയില്ലേ. അപ്പം റഫീഖ എനിക്കും തിരിച്ചൊരു ചലഞ്ച് തരാം എന്ന് ആലോചിച്ചിട്ട് വൈകുന്നേരത്തെ ആ ഒരു ചലഞ്ച് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഈ കൊണ്ടുവന്നത് വണ്ടിയിൽ തന്നെ വെക്കുകയാണ് ചെയ്തത്. വണ്ടിയിലാകുമ്പോൾ നമ്മൾ സംശയിക്കില്ല, നമ്മൾ നോക്കൂലല്ലോ, വണ്ടിയിൽ ഡിക്കിയിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതാണ് ഇപ്പോൾ എടുത്ത് തന്നത്. അപ്പോൾ അത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇപ്പോൾ തന്നത്. എന്നിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുകയും വേണം. അങ്ങനെ ഇതാ നിങ്ങൾ കണ്ടു 2 വളയാട്ടോ തന്നിട്ടുള്ള നല്ല നൈസ് വള. സിമ്പിളായിട്ടുള്ള വള കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എൻ്റെ ആ ബ്രേസ്ലെറ്റിൻ്റെ കുറേ ആരാധകരുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റിൻ്റെ കുറേ പേര് അത് അങ്ങനത്തത് കണ്ടിട്ട് വീഡിയോയിൽ കണ്ടിട്ട് ഉണ്ടാക്കിച്ചു, അവരിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റഫീഖാൻ്റെ സെലക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുപോലെ തന്നെ ഇത് ചുരിദാറൊന്നും പറയാനില്ല കേട്ടോ, അടിപൊളി സെലക്ഷൻ, നല്ല ഭംഗി, നല്ലൊരു കളർ. ഇത് വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കളർ തന്നെയാണ്, നല്ലൊരു യെല്ലോ, നമ്മളെപ്പോഴും കാണാത്തൊരു യെല്ലോ, ഒരു പീക്കോക്കും കൂടെ ചേർന്നിട്ടുള്ള ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, ഞാൻ എടുക്കുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. മാഷാ അല്ലാ, എന്തായാലും ഒരുപാട് സന്തോഷമായ ദിവസമാണ് കേട്ടോ ഇന്ന്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെ ലൈഫിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്നും നമ്മൾ ടെൻഷൻ അടിച്ച്, ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്ന കേട്ടോ, നമുക്ക് ടെൻഷൻ ആവാനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ അതിനൊക്കെ നമ്മൾ ചെറുതായിട്ട് കണ്ടിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷിച്ച് ആ ഒരു വിഷമങ്ങളൊക്കെ ആക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് റഫീഖാൻ്റെ ഫ്രണ്ട് നമുക്കൊരു ഗിഫ്റ്റ് വൗച്ചർ തന്നതാണ് കേട്ടോ, സിന്ദൂറിൻ്റെ ആ ഒരു ഇതിൽ തന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു വൗച്ചറാക്കിയിട്ട് തന്നതാണ്. അതും ഭയങ്കര ഒരു സർപ്രൈസ് ഗിഫ്റ്റായിപ്പോയി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് വെഡിങ് ആനിവേഴ്സറിൻ്റെ കാര്യമല്ല, ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ പോലും നമ്മൾ വിഷമിച്ച് ജീവിതം തള്ളി നീക്കാതെ നമുക്ക് കിട്ടിയ വലിയ കാര്യം പഠിച്ചോ നമുക്ക് തന്നിട്ടുള്ള കുറേ സന്തോഷങ്ങളുണ്ടാവും, അതിൽ സന്തോഷം കണ്ടെത്തിയിട്ട് നമ്മൾ ജീവിക്കുക കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ വിഷമങ്ങളെ ചെറുതാക്കി കണ്ടിട്ട് നമ്മളെ സന്തോഷത്തെ വലുതാക്കുക കേട്ടോ. നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ ഒരുപാടുണ്ടാവും, അതിനെ നമ്മൾ കാണാതെ പോകട്ടോ. അത് കണ്ടിട്ട് അതിനെ വലിയതാക്കി കണ്ടിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് എന്നും ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് വലിയ സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, അതിനെ തരണം ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ്. അപ്പോൾ ഞാനിതാ ജസ്റ്റ് വളർന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ വീഡിയോനെ കാണുക, നമ്മളെ വിശേഷങ്ങളൊക്കെ കാണുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.